ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ രാശിക്കും ഓരോ അധിപന്മാരെ കൊടുത്തിട്ടുണ്ട്. ആ രാശി സ്വഭാവം അനുസരിച്ചാണ് അധിപന്മാരെ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ രാശിയിലും ഉച്ചനാകുന്ന ഗ്രഹമുണ്ട്, നീചനാകുന്ന ഗ്രഹമുണ്ട്. ചില രാശികളിൽ, എല്ലാ രാശികളിലും ഇല്ല, ചില രാശികളിലും. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രമുണ്ട്, മൂല ത്രികോണ ക്ഷേത്രമുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ചില ഗ്രഹങ്ങൾക്ക് 2 രാശികൾ കൊടുത്തിട്ടുണ്ട് സ്വക്ഷേത്രമായിട്ട്, ചില ഗ്രഹങ്ങൾക്ക് ഒരു രാശിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു രാശി കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചന്ദ്രനും സൂര്യനും ഓരോ രാശിയെ കൊടുത്തിട്ടുള്ളൂ. കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ്, ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും 2 രാശികൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ മേടത്തിനും വൃശ്ചികത്തിനും കുജൻ അഥവാ ചൊവ്വ, ഇടവത്തിനും തുലാത്തിനും ശുക്രൻ, മിഥുനത്തിനും കന്നിക്കും ബുധൻ, ധനുവിനും മീനത്തിനും വ്യാഴം, മകരത്തിനും കുംഭത്തിനും ശനി. ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്ര സ്ഥിതി. ഇതുവരെ പറഞ്ഞത് സ്വക്ഷേത്ര കാര്യമാണ്. ഇനി ഈ സ്വക്ഷേത്രത്തിൽ തന്നെ ചില ഡിഗ്രികളിൽ വരുമ്പോൾ അത് അവയുടെ മൂല ത്രികോണ രാശികളായിട്ട് പ്രവർത്തിക്കും. ഈ കാണിച്ചിരിക്കുന്ന പോലെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ 1 മുതൽ 20 ഡിഗ്രി വരെയാണെങ്കിൽ അതിന്റെ മൂല ത്രികോണ രാശിയായിട്ട് പ്രവർത്തിക്കും. ചന്ദ്രൻ ഇടവത്തിന്റെ 4 മുതൽ 20 ഡിഗ്രി വരെ വരികയാണെങ്കിൽ അത് മൂല ത്രികോണ രാശിയായിട്ട് പ്രവർത്തിക്കും. അത് കഴിഞ്ഞുള്ള ഡിഗ്രി ആണെങ്കിൽ സ്വക്ഷേത്രമായിരിക്കും. മേടം 0 മുതൽ 12 ഡിഗ്രി വരെ, ബുധന് കന്നി 16 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ, വ്യാഴത്തിന് ധനു 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ മൂല ത്രികോണ രാശിയായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ ശനിക്കാണെങ്കിൽ കുംഭൻ രാശിയാണ് മൂല ത്രികോണ രാശിയായിട്ട് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന പോലത്തെ ഫലങ്ങളായിരിക്കും കിട്ടുക. അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനേക്കാളും ബലം കാണും മൂല ത്രികോണ രാശിയിൽ. ശുക്രൻ്റെത് പറയാൻ വിട്ടുപോയി. തുലാം 0 മുതൽ 15 ഡിഗ്രി വരെ നിൽക്കുമ്പോൾ ശുക്രൻ അതിന്റെ മൂല ത്രികോണ രാശിയിലാണെന്ന് പറയും.